അതാണ് സരിൻ വെല്ലുവിളി. അങ്ങനെ ഒരു കരുത്ത് കാണിക്കാൻ സരിൻ താങ്കളുടെ ഇപ്പോഴത്തെ പാർട്ടിക്ക് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളല്ല, വെളിപ്പെടുത്തലുകൾ, അതിങ്ങനെ ഒന്നൊന്നായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പാർട്ടി സ്ഥാനം വളരെ പെട്ടെന്ന് തന്നെ മണിക്കൂറുകൾക്ക് തന്നെ രാജിവെച്ചു. അടുത്ത നടപടി വൈകില്ല, അതായത് കൂടുതൽ ഗൗരവത്തിലുള്ള നടപടികളിലേക്ക് കടക്കുമെന്നുള്ള സൂചന വി.ഡി. സതീശൻ നൽകുന്നു. അങ്ങനെ രാജിവെച്ചാൽ, MLA സ്ഥാനം രാജിവെച്ചാൽ അത് CPM ഒരു പാഠമാകുമോ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. CPM അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? സ്മൃതി, ഇവിടെ പ്രിയപ്പെട്ട ശ്രീകുമാരേട്ടൻ കോൺഗ്രസിൻ്റെ വക്താവല്ല എന്ന് ആദ്യം പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹം കോൺഗ്രസിൻ്റെ സഹയാത്രികനാണ്. കാരണം അദ്ദേഹത്തിനെ ചർച്ചയ്ക്ക് ഇന്ന് ഒന്നല്ല രണ്ടല്ല 3 ചർച്ചയ്ക്കോ മറ്റേ കോൺഗ്രസിന് നിയോഗിക്കേണ്ടി വന്നിരിക്കുകയാണ്. കാരണം വക്താക്കളൊന്നും ഇനി രാജിവെക്കാതെ ചർച്ചയ്ക്ക് പോകേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. കാരണം ന്യായീകരിക്കുന്നതിനോ അല്ലെങ്കിൽ ഇതിനെ പൊതുജനങ്ങളുടെ മുന്നിൽ വെളുപ്പിച്ചെടുക്കുന്നതിനോ കോൺഗ്രസിൻ്റെതായിട്ടുള്ള ഏതെങ്കിലും തരത്തിൽ അവശേഷിക്കുന്ന മൂല്യങ്ങൾ അവരെ അനുവദിക്കുന്നില്ല എന്നുള്ളത് ഓരോ ദിവസം കഴിയുന്തോറും അവർ തിരിച്ചറിയുന്നു. വക്താക്കളുടെ പാനലിൽ നിന്ന് എന്റെ അടുത്ത് പത്രപ്രവർത്തകർ പറഞ്ഞതാണ്. ഞാനല്ലാതെ എന്റെ അഭിപ്രായം ഇന്നലത്തെ വരെ കാര്യം അറിയില്ല. ഞങ്ങളുടെ അടുത്ത് സ്മൃതിയുടെ കാര്യമല്ല പറഞ്ഞത്. അല്ലല്ല സരിൻ, ഞങ്ങൾക്ക് കോൺഗ്രസ് പ്രതിനിധികളെ തരാറില്ല. ഇന്നത്തെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾക്ക് കോൺഗ്രസ് പ്രതിനിധികളെ തരാറില്ല. ബാക്കി ചാനലുകളുടെ കാര്യത്തിൽ വരാറുണ്ടെന്നാണ് റിപ്പോർട്ടറിന്റെ കാര്യമല്ല പറയുന്നത്. അതല്ലേ ഞാൻ പറയുന്നത്. ശരി, റിപ്പോർട്ടറിന്റെ കാര്യമല്ല പറയുന്നത്. സ്മൃതി അതിനെ ഡിഫൻസ് ആക്കി കോൺഗ്രസിന് ഇട്ടുകൊടുക്കണ്ട. ഞാൻ പറയുന്നത് പല ചാനലുകളിലേക്ക് ഒരാളെ നിയോഗിക്കേണ്ടി വരുന്ന കോൺഗ്രസിന്റെ ഗതികേടാണ്. റിപ്പോർട്ടറിനെ കോൺഗ്രസ് ബഹിഷ്കരിക്കുന്ന വിഷയം ഇപ്പൊ സ്മൃതി തന്നെ ഏറ്റു പറഞ്ഞത് ഒരുപക്ഷെ ഒരു ചാനലിലേക്കെങ്കിലും ആളെ വിടുന്നതിന്റെ കുറവുണ്ടല്ലോ എന്നുള്ളതിന്റെ ഒരു ആശ്വാസമായിരിക്കും അവർക്ക് നൽകുന്നത്. കോൺഗ്രസ് മാതൃക കാട്ടുമോ എന്നുള്ള ടൈറ്റിൽ കാർഡുമായി ബന്ധപ്പെടുത്തിയാണല്ലോ നമ്മുടെ ചോദ്യവും ഈ ചർച്ചയും മുന്നോട്ട് പോകുന്നത്. ഇതിനെ മാതൃക എന്ന് വിളിക്കുന്നതാണോ കോൺഗ്രസിന്റെ ഗതികേട് ഇതല്ലാതെ വേറെ എന്തുണ്ട് എന്നുള്ള ചർച്ചയ്ക്ക് വെക്കുന്നതായിരിക്കുമോ ഉത്തമം എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം ഈ മാതൃക കോൺഗ്രസ് പുതുതായി ഈ ഒരു സാഹചര്യത്തിൽ കാണിക്കാൻ നിർബന്ധിതമാകുന്നത് എന്തുകൊണ്ടാണ്? 1 മാസം മുന്നേയും ഉയർന്നു വന്ന സാഹചര്യങ്ങളും ഈ ചാറ്റുകളും ഈ സംഭാഷണങ്ങളും ഇന്ന് കൊലപാതകം എന്നുള്ള രീതിയിലേക്ക് ഒരുപക്ഷെ ഒരാളെ തള്ളിവിടുന്നതിൻ്റെ അവസ്ഥയിലേക്ക് വരെ കൊലവിളി നടത്തുന്നതിൻ്റെ സാഹചര്യവുമൊക്കെ ഈ 1 മാസത്തിനുള്ളിൽ ഉണ്ടായതല്ല. ഒരുപക്ഷെ 1 മാസത്തിന് മുന്നേ ഉയർന്നു വന്ന ചില ആരോപണങ്ങൾ, ആ ആരോപണങ്ങളെ തേച്ചുമാച്ച് കളയാൻ കോൺഗ്രസിൻ്റെതായ സൈബർ ഇടങ്ങളിൽ കൃത്യമായ കുതന്ത്രങ്ങൾ നടക്കുകയും ആ കുതന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ അതൊരു വാർത്തയല്ലാതെയായി പോകുകയും ചെയ്തപ്പോൾ തന്നെ കോൺഗ്രസിന് ഒരുപക്ഷെ വാണിംഗ് ലഭിച്ചതാണ്. ഈ മാതൃക എന്ന് പറയുന്ന ഈ കാര്യം ഇവർ അറിഞ്ഞുകൊണ്ടിരുന്ന ഇത്രയും കാലമായിട്ടും ഇവർക്ക് അറിയാവുന്ന കാര്യത്തിന് ഇത്രയും നാൾ ഇവർ നടപടി എടുക്കാതെ ഇപ്പൊ പൊതുസമൂഹം അത് ചർച്ചയ്ക്കെടുക്കുകയും പൊതുസമൂഹത്തിന്റെ സമ്മർദ്ദം അവരുടെ മേൽ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടോടുന്നതിനെ പുതിയ മാതൃകയാക്കി പാടാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ 2-3 പുതിയ മാതൃകകൾ കോൺഗ്രസിന് ഞാൻ നിർദ്ദേശിക്കാം. തെറ്റുകാരനല്ലാത്ത രാഹുൽ മാങ്കൂട്ടത്തിനോട് ഉടനടി അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലമായ പാലക്കാട് റിപ്പോർട്ട് ചെയ്യാൻ കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെടണം. അതിഗംഭീരമായ മാതൃകയാണ്. കാരണം ഈ കോൺഗ്രസ് പ്രവർത്തകരും രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് ചെയ്തവരുമായിട്ടുള്ള ആളുകളുടെ മനസ്സിലേക്ക് വന്നിരിക്കുന്ന ആശങ്കകളുണ്ട്, ഭയപ്പാടുകളുണ്ട്. ഒരുപക്ഷെ അശ്ലീല ചുവയോടുകൂടിയാണ് അദ്ദേഹം തങ്ങളുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ തങ്ങളുടെ വീട്ടിൽ പെരുമാറുമ്പോൾ അല്ലെങ്കിൽ പൊതു ഇടങ്ങളിൽ പോലും പെരുമാറിയത് എന്നുള്ള അവരുടെ മനസ്സിലെ ആ ഒരു ആശങ്ക അകറ്റാനെങ്കിലും കോൺഗ്രസിന് ദയവ് ചെയ്ത് പത്തനംതിട്ടയിൽ സ്വന്തം വീട്ടിലാണെങ്കിൽ പോലും ഒളിച്ചു താമസിക്കുന്ന ആ മാന്യദ്ദേഹത്തിനോട് പാലക്കാട് മണ്ഡലത്തിൽ തൻ്റെ കർമ്മമണ്ഡലത്തിൽ വന്ന് കോൺഗ്രസിന്റെ മഹത്വം ഉയർത്തിപ്പിടിക്കുന്ന രീതിയിൽ വന്ന് പ്രവർത്തിക്കാൻ പറയണം. കാരണം ഇവിടുത്തെ പ്രവർത്തകര്, ഇവിടുത്തെ വോട്ടർമാരൊക്കെ ഇനി ഒരു കാര്യം നിവർത്തിക്കണമെങ്കിൽ ഇയാൾ MLA ആയിരിക്കുന്ന അത്രയും കാലം പത്തനംതിട്ടയിലേക്ക് യാത്ര ചെയ്ത് വരേണ്ടതാണോ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന മാതൃക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഒരു മാതൃകയായിട്ട് പത്തനംതിട്ടയിലേക്ക് സരീൻ, അങ്ങ് പറഞ്ഞ 1 മാസം മുൻപേ ഈ വാർത്ത പുറത്തേക്ക് വന്നതാണ് എന്ന് പറയുമ്പോൾ അവിടെ ഇവിടെയും പറയുന്നത് കേട്ടിട്ട് വാർത്ത കൊടുക്കാൻ പറ്റില്ലല്ലോ. ഒരു ആരോപണം ഉയർന്നു വരേണ്ടതുണ്ട്. അങ്ങനെ ഒരു ആരോപണമായി ഒന്നും വന്നിട്ടില്ല. ഇപ്പോൾ തന്നെ ഈ ശബ്ദരേഖ പുറത്തു വരുമ്പോൾ നമ്മളത് കൊടുക്കുന്നുണ്ട്. ആ രൂപത്തിൽ നമുക്കാർക്കും കിട്ടിയിട്ടില്ല. എനിക്ക് ബാക്കിയുള്ള മാധ്യമങ്ങളുടെ കാര്യം അറിയില്ല. രണ്ടാമത്തെ കാര്യം, റിനി എന്ന ധൈര്യശാലിയായ ഒരു പെൺകുട്ടി, ഞാൻ പൂർത്തിയാക്കട്ടെ സരിൻ, ധൈര്യശാലിയായ ഒരു പെൺകുട്ടി വാർത്താ സമ്മേളനം നടത്തുമ്പോഴാണല്ലോ നമ്മൾ കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. അവിടെ നിന്നും തുടർന്ന് അങ്ങോട്ട് വീണ്ടും ശബ്ദരേഖകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കൊടുക്കുന്നതിൽ ആരും മടിച്ചു നിന്നിട്ടില്ല.
അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നടപടിയിലേക്ക് പോകുന്നു. അങ്ങേക്കിത് നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ അങ്ങേക്കിത് പുറത്തേക്ക് വിടാമായിരുന്നല്ലോ. ഒരു തെളിവായി അങ്ങയുടെ മുന്നിൽ ഈ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പുറത്തേക്ക് വിടാമായിരുന്നല്ലോ. അങ്ങേക്ക് എന്ന് ഉദ്ദേശിച്ച അങ്ങേക്ക് ഇതിനെ പറ്റിയിട്ടുള്ള സൂചനകൾ വളരെ കൃത്യമായി ലഭിക്കുകയും ആ സൂചനകൾ പറയേണ്ട സമയത്ത് പറയേണ്ട ഇടങ്ങളിൽ പറഞ്ഞിട്ട് തന്നെയാണ് ഇറങ്ങിപ്പോകുന്നത് എന്നും ഒരു തരത്തിലുള്ള സംശയങ്ങൾക്കും ഇട നൽകാതെ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. കിട്ടിയ സൂചനകൾ പറയേണ്ട ഇടങ്ങളിൽ പറഞ്ഞു തന്നെ അതിന് പരിഹാരങ്ങളില്ലാതെ വരുമ്പോ നല്ല വ്യക്തത തന്നെയാണ് വരുത്തുന്നത്. എന്നോട് പറഞ്ഞ ആളുകളോടോ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഉന്നയിച്ചവരോടോ ഒക്കെ എനിക്ക് പറയാനുള്ള മറുപടി എനിക്കിത് ബന്ധപ്പെട്ട ആളുകളോട് പറയാം എന്നുള്ളതല്ലാതെ വേറൊന്നുമല്ലായിരുന്നു. ആ ബന്ധപ്പെട്ട ആളുകളോട് ആവർത്തിച്ച് പറയുകയും ഒരു നിയമസഭാ ഇലക്ഷൻ വേണ്ടി സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പരിഗണിക്കപ്പെടുമ്പോൾ കോൺഗ്രസിന്റെ ഉള്ളിലെ തന്നെ ശത്രുക്കൾ അത് പുറത്തേക്ക് വിടുകയും ഒക്കെ ചെയ്യുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ രീതിയിലേക്ക് അത് പോകാനുള്ള സാധ്യതയുണ്ടെന്നും അങ്ങനെയാകുമ്പോൾ അവിടെ ജയിച്ചു കയറാൻ സാധ്യത BJP ആണ് എന്നുള്ളതൊക്കെ പറയേണ്ട സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ വ്യക്തത വരുത്താൻ സ്മൃതിയുടെ അടുത്ത് കുറച്ചുകൂടി കാര്യങ്ങൾ പറയാം. സ്മൃതി, പത്രമാധ്യമങ്ങളിലേക്കല്ലേ ഈ പരാതികൾ ഇപ്പോഴല്ലേ കിട്ടിയുള്ളൂ, ഞങ്ങൾ ഔട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞത്? നേരെ മറിച്ച് കോൺഗ്രസിന്റെ അകത്ത് ബന്ധപ്പെട്ട ഒരു MP തന്നെ ഈ പരാതി ഉന്നയിക്കേണ്ട സ്ഥലത്ത് ഉന്നയിച്ചിരുന്നു എന്നല്ലേ അദ്ദേഹം ഗതികെട്ടി ഇന്ന് പത്രസമ്മേളനത്തിൽ വന്ന് വിളിച്ചു പറഞ്ഞത്? ആ MP കോൺഗ്രസിന്റെ ഉള്ളിൽ ഇത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമല്ലേ? എന്നിട്ടും നടപടിയെടുത്തില്ലല്ലോ. ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ ശബ്ദരേഖകൾ പുറത്തു വന്നില്ലേ? എന്താണ് ആ യൂത്ത് കോൺഗ്രസിലെ കുട്ടികൾ പരസ്പരം പറയുന്നത്? KSUവിലും യൂത്ത് കോൺഗ്രസിലും പ്രവർത്തിച്ച പെൺകുട്ടികൾ അത് നിർത്തിപ്പോയി എന്ന്, സംഘടനാ പ്രവർത്തനം നിർത്തിപ്പോയെന്ന്, അതിനുള്ള കാരണം എന്താണെന്നുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി ഈ സമാനമായ സാഹചര്യങ്ങൾ കേരളത്തിലെ 941 പഞ്ചായത്തിലും 150 അല്ലെങ്കിൽ 88 മുനിസിപ്പാലിറ്റിയിലും 6 കോർപ്പറേഷനിലും ഉണ്ടെന്നേ. ഇനി ഓരോ വാർഡിലും ഉണ്ടോ ഇല്ലേ എന്നുള്ളത് മാത്രമേ പുറത്തു വരാനുള്ളൂ. ദയവ് ചെയ്ത് ഇതിനെ നോർമലൈസ് ചെയ്യരുത്. കോൺഗ്രസ് പാർട്ടിക്ക് അകത്ത് ഇത് വ്യക്തമായി അറിയാവുന്നവരുണ്ടായിരുന്നു. പക്ഷേ അവരുടെ എല്ലാം എക്സ്ക്യൂസ് എന്തായിരുന്നു എന്ന് വെച്ചാൽ പൊതുസമൂഹം അറിയാത്തിടത്തോളം ഇതൊന്നും ഒരു തെറ്റല്ല. എന്നതുകൊണ്ടാണല്ലോ ഇത് തുടർച്ചയായി ചർച്ച ചെയ്യുന്ന സരിൻ. ഇതിന്റെ ഗൗരവം ഉൾക്കൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അനുവദിക്കണം. സ്മൃതിക്ക് കോൺഗ്രസ് വക്താവിന്റെ കൂടി ഉത്തരവാദിത്തം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഞാനിപ്പോൾ സരിൻ പറഞ്ഞത് ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടാണ് സംസാരിച്ചത്. ഒരു മിനിറ്റ്. ഇടയ്ക്ക് ഇടപെടുന്നതിന്റെ അർത്ഥം കോൺഗ്രസ് വക്താവാകുന്നതല്ല. ഒരു മിനിറ്റ് സരിന് ഭയങ്കര അക്ഷമയാണ്. ഒരു മിനിറ്റ് സരിൻ അക്ഷമയോട് സംസാരിക്കാതിരിക്കൂ. നമ്മൾ ഈ വിഷയം നമ്മൾ എടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു മിനിറ്റ് ഒന്ന് പൂർത്തിയാക്കട്ടെ. ഒരു മിനിറ്റ് സരിൻ ഒരു മിനിറ്റ് സൈബർ കുറ്റങ്ങളെ പോലെ സംസാരിക്കരുത് ദയവ് ചെയ്ത് പ്ലീസ്. ഞാൻ സ്ത്രീ പക്ഷത്തു നിന്നാണ് ഈ ചർച്ച നയിക്കുന്നത്. ആദ്യം അതിനടിവരെ ഞാൻ സ്ത്രീ പക്ഷത്തു നിന്നാണ് ഈ ചർച്ച നയിക്കുന്നത്. സ്ത്രീ പക്ഷത്തു നിന്നാണ് ഈ ചർച്ച നയിക്കുന്നത്. ഞാൻ ആരെ ഡിഫെൻഡ് ചെയ്താണ് താങ്കൾ ഇതുവരെ കണ്ടത്? എന്നെ ചർച്ച നയിക്കാൻ താങ്കൾ പഠിപ്പിക്കേണ്ട. താങ്കൾക്ക് പറയാനുള്ളത് പറയാം. എനിക്ക് അതിനിടയിൽ ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ഞാൻ ശ്രീകുമാറിനോടും ഇടയ്ക്ക് ചോദിച്ചിരുന്നു, സരിനോടും ചോദിക്കും, ശങ്കുട്ടിദാസിനോടും ചോദിക്കും. അതിൽ അക്ഷമ കാണിച്ചിട്ട് കാര്യമില്ല. ഞാൻ ഒറ്റ കാര്യമേ ചോദിച്ചുള്ളൂ. അങ്ങേക്ക് ഇതേക്കുറിച്ച് ഇത്രയും ഗൗരവത്തുള്ള ആരോപണങ്ങൾ അങ്ങേക്ക് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ വളരെ ഗൗരവപ്പെട്ട കാര്യമാണ്, അത് പുറത്തേക്ക് വിടാമായിരുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. ഇനി അങ്ങ് പറയുന്നു പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കളെ അറിയിച്ചിരുന്നുവെങ്കിൽ അതിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തു എന്നാണ് ഞാൻ പറഞ്ഞത്. അത് എപ്പോൾ അറിയിച്ചിരുന്നു, എന്ത് തരം ആരോപണങ്ങളാണ് അങ്ങ് നേരത്തെ അറിഞ്ഞിരുന്നത് എന്നൊന്ന് വ്യക്തമാക്കാമോ എന്നാണ് ഞാൻ ചോദിച്ചത്. അതിനെന്തിനാണ് താങ്കൾ എന്നോട് ഇങ്ങനെ ഈ രൂപത്തിൽ സംസാരിക്കുന്നത്? സ്മൃതി, ഞാൻ വളരെ മയപ്പെടുത്തി തന്നെ സ്മൃതിയോട് ഈ വിഷയങ്ങൾ പറയാം. സ്മൃതി അത് ശ്രദ്ധാപൂർവ്വം കേൾക്കണം. ഞാൻ 2 ദിവസം മുന്നേ ഒരു പത്രസമ്മേളനം വിളിച്ച് വളരെ വ്യക്തമാക്കി പറഞ്ഞതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിയെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിന് മുന്നേ അന്നത്തെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന ഷാഫി പറമ്പിലിന് എത്ര പരാതികൾ കിട്ടി, അത് അദ്ദേഹം എവിടെയൊക്കെ ചർച്ച ചെയ്തു, അത് അദ്ദേഹം എവിടെയൊക്കെ പുറത്തുവിട്ടു, അല്ലെങ്കിൽ അദ്ദേഹം ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ, ഇപ്പോൾ ഇവിടെ പിതൃതുല്യതയും ജ്യേഷ്ഠ സഹോദരനും ഒക്കെയാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രയോഗങ്ങൾ. അപ്പോൾ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ തിരുത്തലിന് വേണ്ടി, അദ്ദേഹത്തിനെ നവീകരിക്കുന്നതിന് വേണ്ടിയൊക്കെ എത്രത്തോളം ഉപയോഗപ്പെടുത്തി. കാരണം ഇവരൊക്കെയാണ് പവർ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നവർ, അതോറിറ്റി വീൽഡ് ചെയ്യുന്നവരെ നമുക്ക് അവരെടുത്ത് കാര്യങ്ങൾ ധരിപ്പിക്കുക എന്നുള്ളതും ആ ധരിപ്പിച്ച കാര്യങ്ങൾക്ക് അവർക്ക് തന്നെ എത്ര കയ്യും കണക്കുമുണ്ട് എന്നുള്ളതും ഞാൻ കൃത്യവും വ്യക്തവുമായി ചോദിച്ചതാണ്. പ്രതിപക്ഷ നേതാവായിരുന്ന വ്യക്തിക്ക് ഈ മാന്യദേഹത്തിന്റെ പ്രവർത്തികളിൽ എത്ര പരാതി ലഭിച്ചിരുന്നു എന്നുള്ളത്. അതിനുശേഷം
ഉപതെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പരിഗണിക്കപ്പെടുമ്പോഴും ആ കാലയളവിനിടയിലും ഏതെങ്കിലും പരാതികൾ ലഭിച്ചിരുന്നോ എന്നുള്ളത് അവർ ആവർത്തിച്ച് പറയുന്ന പരാതികൾ ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിവ് പോലും ഇല്ലായിരുന്നു എന്ന് പറയുന്നത് പൊതുസമൂഹം അറിയുന്നത് വരെ ഇത് മറച്ചു പിടിക്കാൻ കോൺഗ്രസ് പാർട്ടിയുടെ ഉള്ളിൽ അവർക്ക് സാധിക്കും എന്നുള്ളതിന്റെ ധിക്കാരപരവും ധാർഷ്ട്യവുമായിരുന്ന വഴികളായിരുന്നു. കാരണം ഓച്ചാനിച്ച് നിൽക്കുന്നവർക്ക് മാത്രം അവിടെ അധികാരത്തിലേക്കുള്ള വഴികൾ തുറന്നിട്ട് കൊടുക്കുകയും മറ്റുള്ളവരെ അവിടെ നിന്ന് നിഷ്കാസനം ചെയ്യുകയും ചെയ്യുന്ന രീതിക്ക് കോൺഗ്രസ് കഴിഞ്ഞ 2, 3, 4 വർഷങ്ങളായി വീണുപോയിട്ടുണ്ട്. അതിൽ മടുപ്പുള്ള എത്രയോ പേർ പ്രവർത്തനം നിർത്തി മാറിപ്പോയിട്ടുണ്ട്. ഈ സാഹചര്യങ്ങളൊക്കെ ആ പാർട്ടിയുടെ ഉള്ളിലുള്ളവർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ആ ഉൾപാർട്ടി രഹസ്യം ഇന്നത് പുറത്തേക്ക് പോയി എന്നുള്ളത് കൊണ്ട് മാത്രമാണ് കോൺഗ്രസ് പുതിയ മാതൃകകളുടെ വഴികൾ തേടുന്നത്. സ്മൃതി, ആ നിസ്സഹായ അവസ്ഥയാണ് കോൺഗ്രസിന്റെ ഈ പറയുന്ന നേരത്തെ സൂചിപ്പിച്ചതുപോലെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെപ്പിച്ചതാണോ രാജിവെച്ചതാണോ, അഖിലേന്ത്യാ തലത്തിൽ തന്നെ 2 പേർ 2 അഭിപ്രായങ്ങളാണ് പറയുന്നത്. പൊതുസമൂഹത്തിന്റെ മുന്നിൽ അപഹാസ്യരായിക്കൊണ്ടിരിക്കുകയാണ്. സൈബർ ഇടങ്ങളിൽ സ്വന്തം അണികൾ തന്നെ ന്യായീകരിച്ച് ഇതിനെ നോർമലായി, പുതിയ നോർമലായി, ന്യൂ നോർമലായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരു MP തന്നെ പരാതി ഉന്നയിച്ച ഒരു വ്യക്തിയെ അപകീർത്തിപ്പെടുത്തുകയും അവരുടെ ബോഡി ഷെയ്മിംഗ് നടത്തുന്ന രീതിയിലേക്ക് തരം താഴുകയാണ്. കോൺഗ്രസ് കൊടുക്കുന്ന വ്യക്തമായ സന്ദേശം ഹണി ഭാസ്കർ കൊടുത്ത പരാതിയിൽ നിന്നാണ് വായിച്ചെടുക്കേണ്ടത്. എന്തായിരുന്നു ഇവരുടെ ധിക്കാരവും ധൈര്യവും ധാർഷ്ട്യവും എന്ന് വെച്ചാൽ, പരാതിപ്പെടുന്നവരെ സൈബർ ബുള്ളിയിങ് നടത്തി അവസാനിപ്പിച്ച് കളഞ്ഞേക്കാം. അങ്ങനെ ഒരു സൈബർ ബുള്ളിയിങ്ങിന്റെ ദുസ്സൂചന 1 മാസം മുന്നേ വളരെ കൃത്യമായി നടന്നു. അതിന്റെ പുറകിലെ ബുദ്ധി കേന്ദ്രങ്ങളും അവർ തന്നെയാണ്. ഏത് വീഡിയോ പുറത്തേക്ക് ഇട്ടുകൊണ്ടാണ് ഇത് സംഭവിക്കാത്തൊരു വസ്തുതയെ സംഭവകഥ പോലെയാക്കി സൈബർ ഇടം ഏറ്റെടുക്കുക, അതിൽ നിന്ന് എങ്ങനെ അപ്പോൾ ഊരിപ്പോരാൻ പറ്റുമെന്ന് 48 മണിക്കൂർ കൊണ്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത പുതിയ വേട്ടയാടലിന്റെ സൈബർ നിയമങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയ അവതാരങ്ങളാണ് ഇവർ. അവർക്ക് ഹണി ഭാസ്കറിനെയും അതുപോലെ തന്നെ ബുള്ളി ചെയ്യാൻ ശ്രമം നടത്തി. ഹണി പരാതി കൊടുക്കേണ്ടി വന്ന സാഹചര്യം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഹണി എന്തിനാ പരാതി കൊടുത്ത്? ഇതേ സാഹചര്യം തന്നെയാണ് ഏതൊരു പരാതിക്കാരിക്കെതിരെയും ഇവർ നീങ്ങുക എന്നുള്ളതാണ് കേരളം ഞെട്ടലോടെ കാണുന്നത്. അങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പരാതികൾ ഇല്ലാതെയാക്കാമെന്നും അധികാര സ്ഥാനത്തിരിക്കുന്നതിന്റെ കാര്യങ്ങളും ഒരുപക്ഷെ അവർക്കുണ്ടാകുന്ന മാനഹാനിയും പറഞ്ഞ് വിലപേശൽ നടത്താമെന്നും പോലീസ് കേസ് വന്നാൽ മാത്രമാണ് ഒരു തെറ്റ് തെറ്റാവുകയുള്ളൂ എന്നും സമർത്ഥിക്കാൻ കാണിക്കുന്ന ഉളുപ്പില്ലായ്മയാണ് ഇന്ന് പൊതുസമൂഹം ചർച്ച ചെയ്യുന്നത്. ആ ഉളുപ്പില്ലായ്മ ഒരുപക്ഷെ തെറ്ററിഞ്ഞിട്ട് മൂടിവെക്കപ്പെട്ടതിനെ ഇപ്പോഴും ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തെറ്റ് പൊതുസമൂഹം കൂടി ചർച്ച ചെയ്യുമ്പോൾ മാത്രം അതിനെ സമീകരിക്കാൻ വേണ്ടി മറ്റു പാർട്ടികളിലും ഇതുപോലെ നടന്നതുമായി ബന്ധപ്പെട്ട കഥകളെ കൊണ്ടുവരികയാണ്. കേട്ടുകേൾവിയില്ലാത്ത വിധം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇതിന് തിരുത്തലുകൾ ആഗ്രഹിക്കുന്നവർ പറയുന്ന കാര്യങ്ങൾക്ക് പോലും ഒരുപക്ഷെ ഇവിടെ പലതരം ചാപ്പുകുത്തലുകൾ നടക്കുകയാണ്. ഇതുവരെ കേട്ട കേസുകളിൽ സമാനതകളില്ലാത്തത് എന്ന കാര്യം ഞാൻ അങ്ങയോട് യോജിക്കുന്നു. പക്ഷേ ഒരു MLA-ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടാകുകയും FIR ഇടുകയും കേസാവുകയും ഇപ്പോൾ ജാമ്യത്തിലിറങ്ങുകയും ചെയ്തിരിക്കുന്ന ഒരു കേസാണ്. അതിൽ പാർട്ടി സെക്രട്ടറി തന്നെ പറഞ്ഞിരുന്നത് കോടതിയിൽ തെളിയിക്കട്ടെ, കോടതിയിൽ തെളിയിച്ച ശേഷം ഒരുപക്ഷെ അദ്ദേഹം നിരപരാധിയാവുകയാണെങ്കിൽ തിരിച്ച് MLA ആകാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ ഒരു സാഹചര്യം അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞത് ഇപ്പോൾ തിരുത്തപ്പെടുന്നുണ്ടോ? ഇനിയിപ്പോൾ ഈ പറയുന്ന MLA രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുകയാണെങ്കിൽ തിരിച്ച് CPM-നോട് തിരിച്ചിതേ ചോദ്യം വരും. അപ്പോൾ കൊടുക്കാവുന്ന മറുപടി നിങ്ങളുടെ പക്കൽ എന്തുണ്ട് എന്നൊരു ചോദ്യം തിരിച്ചു വരുന്നുണ്ട്. ആ ചോദ്യത്തിന് കൂടി ഉത്തരം വേണ്ടതല്ലേ എന്നുള്ളതാണ്. Debate with Smriti Parathikkad.